വിവാദ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാനെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഒരു ഹർജി ഹൈക്കോടതി സമർപ്പിച്ചിരുന്നു. ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. പുനരന്വേഷണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ പല ചാനലുകളിലും ഡിബേറ്റ്. ആ ഡിബേറ്റുകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇടതുപക്ഷ നിരീക്ഷകനായ ബി ജയരാജന്റെ വാക്കുകൾ ശ്രദ്ധിക്കാനിടയായത്. ജയരാജൻ ഇന്ന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ചർച്ചയിൽ ഏകപക്ഷീയ നിലപാടല്ലാതെ തന്റെ മനസ്സിലുള്ളത് തുറന്നങ്ങ് പറഞ്ഞു. സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയാണെങ്കിലും ഒരു സംസ്കാരമില്ലാത്തവനെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുള്ള ബാക്കിൽ നിന്നുള്ള ഒരു തള്ളും. ആ വിഷയങ്ങൾ ബി ജയരാജൻ സംസാരിക്കുമ്പോഴും ചോദ്യമുനയിൽ നിൽക്കുന്നത് നമ്മളുടെ ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരം ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ. പക്ഷെ ബി ജയരാജനിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വാക്കുകൾ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ സംസാരിക്കുമെന്ന്. ഒരു സാംസ്കാരിക മന്ത്രി ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്നും സജി ചെറിയാൻ LDF വലിയൊരു ബാധ്യതയാണ് എന്നും വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിന് കൂടെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ കൂടി വയ്ക്കുന്നുണ്ട്. അബിൻ വർക്കി ഇതിനെക്കുറിച്ച് മറ്റൊരു ഡിബേറ്റിൽ സംസാരിച്ചത്. സജി ചെറിയാന്റെ ഈ വിവാദ പരാമർശത്തിലേക്കുള്ള മറുപടി വ്യക്തമായിട്ട് അബിൻ വർക്കിയും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബി ജയരാജൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. യാഥാർത്ഥ്യത്തിൽ ധാർമ്മികതയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് സജി ചെറിയാൻ എന്ന് പറയുന്നത് CPM സംബന്ധിച്ചിടത്തോളം തികച്ച ഒരു കൈപ്പിഴയാണ്. ശ്രീ KR ഗൗരി അമ്മയും PS അച്യുതാനന്ദനും അതുപോലെ G സുധാകരനൊക്കെ മത്സരിച്ച് ജയിച്ചു വന്ന പ്രഗത്ഭരും പ്രതിഭാശാലികളും ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആളുകൾ ജയിച്ചു വന്ന സ്ഥലത്തു നിന്നാണ് സജി ചെറിയാൻ ജയിച്ചെന്നുള്ളത്. സത്യത്തിൽ CPM അതൊരു എന്താണെന്ന് പറയുന്നത് ആവശ്യമില്ലാതെ പേരണ്ടെന്ന കാര്യമൊന്നുമില്ല. അതും പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഒന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾ. ഒന്നുകിൽ ഇത്തരമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളുകളെ എടുക്കണം. അതുപോലെ KN ബാലഗോപാല്, പിന്നെ രാജീവ്, അതുപോലെ MP രാജേഷ്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദ് റിയാസ്, ഇങ്ങനെയൊക്കെയുള്ള നല്ല മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഇടതു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സജി ചെറിയാൻ ഞാൻ സിനിമ കാണാറില്ല, ഞാൻ പുസ്തകം വായിക്കാറില്ല, ഇങ്ങനെയൊക്കെയുള്ള നിരുത്തരവാദപരമായ ഒരുപാട് പ്രസ്താവന നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ എന്തിനാണ് ഇത്തരം ആളുകളെ പേറുന്നതെന്നുള്ളതൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നമ്മളത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിലൊന്നും വാദിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണ്ടേ ഒന്നാമത്തെ കാര്യം. അത് മനസ്സിലാവുന്നവരടുത്തല്ലേ അത് പറയാൻ പറ്റൂ. അത്തരത്തിലുള്ള ഒരാളിനെ സാംസ്കാരിക വകുപ്പ് വന്നിട്ട് വേറെ ഏതെങ്കിലും വല്ല എക്സൈസ് വകുപ്പോ തൊഴിൽ വകുപ്പോ വേറെ ഏത് വകുപ്പ് കൊടുത്താലും വേണ്ടിയില്ലായിരുന്നു. സാംസ്കാരിക രംഗത്തെ മലീമസമാക്കുന്ന ആകപ്പാടെ നമുക്കെല്ലാം ആയുധമായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനെ മുഖ്യമന്ത്രി പിൻവാതിലൂടെ സജി ചെറിയാനെ വീണ്ടും കയറ്റി എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അത് ശരിവെക്കുകയാണോ താങ്കളും? അല്ല, അങ്ങനെയല്ല. ഞാൻ അതിനെ പിൻവാതിലൂടെ കയറ്റിയോ മുൻവാതിലൂടെ പ്രവേശനം ഉണ്ടായോ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് അതിന് പറയുന്നത് അറിവില്ലായ്മയെ അംഗീകരിച്ചു കൊടുത്തോ എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ല ഇതിനകത്തുള്ള ഒരു വിഷയം. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ധാർമ്മികതയാണ്. ഒരാളെ ഒരു പോർട്ട്ഫോളിയോ നിയമിക്കുന്നുണ്ട്, അയാളുടെ ബേസിക് മിനിമം ക്വാളിറ്റീസ് ഒക്കെ അന്വേഷിച്ചിട്ട് വേണം നിയമിക്കാൻ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ വരും. 100% ബി ജയരാജന്റെ ഈ വാക്കുകളോട് യോജിക്കുന്നു. അതുപോലെ ലാസ്റ്റ് പറഞ്ഞൊരു വാചകമുണ്ട്. ഒരു സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞ ആ മന്ത്രിക്ക് ഒരു സ്ഥാനമുണ്ട്. നമ്മൾ എല്ലാവരും ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും മന്ത്രിമാരാണെങ്കിലും കേന്ദ്രമന്ത്രി ആണെങ്കിലും അവരെ ജനങ്ങൾ കാണുന്നത് അവർ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്ന ആൾ മന്ത്രിയാവുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിവാദ പരാമർശമൊക്കെ നടത്താൻ കൊള്ളാമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരവാണ് ബി ജയരാജൻ പറഞ്ഞത്. സിനിമ കാണില്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ റോൾ എന്തുവാണെന്ന് അറിയത്തില്ല, ഇങ്ങനെയുള്ള ഒന്നും അറിയാത്ത ഒരാളെയാണ് അവിടെ പിടിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് ബി ജയരാജൻ ഉദ്ദേശിച്ചത്. സാധാരണ ചർച്ചകളിലൊക്കെ ന്യായീകരിക്കാറാണ് ചെയ്യാറ്. ഇടതുപക്ഷം എന്തെല്ലാം വിഷയങ്ങൾ LDF ഉണ്ടാക്കിയാലും അതിനെയൊക്കെ ന്യായീകരിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഏകപക്ഷീയമായിട്ടല്ലാതെ ജനപക്ഷത്തു നിന്ന് സംസാരിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. ജയരാജന്റെ ഈ വാക്കുകൾ മൊത്തവും നമ്മൾ ആദ്യം മുതൽ ലാസ്റ്റ് വരെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ഏകദേശം പിടികിട്ടും. നമ്മളൊരാളെ ഒരു പൊസിഷനിൽ ഇരുത്തുമ്പോൾ അതിന്റെ വില എന്താണെന്ന് ആദ്യമായി ഇരിക്കുന്ന ആൾക്കറിയണം, അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ആൾക്കറിയണം. ഈ രണ്ടു പേർക്കും അറിയത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭരണഘടനയെ ഒരു കാലത്തും ആരും അവഹേളിക്കാൻ പാടില്ല. അത് എന്തിന്റെ രീതി പെട്ടെന്ന് എടുത്തുചാടി പറഞ്ഞതായിരിക്കാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യത്തിൽ എടുത്തുചാടി പറയുമ്പോഴാണെങ്കിലും അത് ഏത് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ഓർമ്മ വേണം.
മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് ആലോചിച്ച് കണ്ടല്ലേ മറുപടി പറയുന്നത്. എടുത്തു ചാടാറില്ലല്ലോ. എവിടെ എന്ത് സംസാരിക്കണം എന്ന് അറിയാത്തതിന്റെ കുഴപ്പമായിരിക്കാം. എന്തായാലും സജി ചെറിയാന്റെ കൈവിട്ടുപോയി. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്, അബിൻ വർക്കി മറ്റൊരു ഡിബേറ്റിൽ സജി ചെറിയാന്റെ വായിൽ നിന്നും വന്നത് പെട്ടെന്ന് വന്ന ഒരു സംഭവമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് സജി ചെറിയാൻ ചെയ്തതായിരുന്നില്ല എന്നാണ് അതിന്റെ ആങ്കർ ചോദിച്ചത് അബിൻ വർക്കിയോട്. അത് അത്രയ്ക്ക് വലിയ വിഷയം ആക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ അബിൻ വർക്കി അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അല്ല, എന്ത് ഉറച്ച പ്രത്യയശാസ്ത്രമാണ്. അതായത് ഈ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ CPI-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സോമനാഥ് ലഹരി പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിനകത്തൊരു അംഗമായിരുന്നു. സോമനാഥ് ലഹരി പിന്നീട് വെസ്റ്റ് ബംഗാളിലെ MLA-യും മന്ത്രിയുമൊക്കെയായ CPI-യുടെ നേതാവായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഈ പ്രൈവസി ലോയ്കൾക്ക് കുറച്ചുകൂടി ശക്തി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പ്രസംഗിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എത്രയോ വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ആളുകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന്, പാഴ്സിൽ നിന്ന്, ബുദ്ധ ജനതയ്ക്ക്, അങ്ങനെ കൃത്യമായ ഒരു വലിയ വൈവിധ്യങ്ങളുണ്ടായ ആളുകളുടെ, അതും ഏറ്റവും വലിയ അക്കാഡമിഷ്യന്മാരുടെ അങ്ങനെ നിരന്തരമായ ചർച്ചകൾക്ക് ഒടുവിൽ നമ്മൾ ഇവോൾവ് ചെയ്തെടുത്തൊരു ഭരണഘടന തെറ്റാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യവിരുദ്ധമാണ് എന്നുള്ളത് നമുക്ക് കാലാകാലങ്ങളായിട്ട് അറിയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് പോലും അംഗീകരിച്ചില്ലല്ലോ. ആദ്യത്തെ 4 കൊല്ലം ഇന്ത്യയിൽ ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ അവർ കരിങ്കൊടി കയറ്റിയവരാണ്. പിന്നീട് അവർ അതിൽ നിന്ന് മാറി വരികയുണ്ടായി. ഇപ്പോൾ BJP ഒക്കെ ഇന്നും ഒക്കെ ഭരണഘടനാ വിരുദ്ധവും സ്വാതന്ത്ര്യദിനവും ഒക്കെ കോൺഗ്രസ് എന്തോ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പറ്റിച്ചുണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ രാഷ്ട്രീയ നയങ്ങളാണ്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്തിരിക്കുന്ന നിയമ സംഹിത അനുസരിച്ച് ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ സജി ചെറിയാൻ രാജിവെച്ചു. അദ്ദേഹം പിന്നീട് കേരളത്തിലെ മന്ത്രിയായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? വീണ്ടും ഈ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹത്തിന് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ആണ് എന്നുള്ള നിങ്ങളുടെ വാദം ശരിവെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് ഈ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്നത്? എന്തിനാണ് ഈ ആളുകളെ, നാട്ടുകാരെ പറ്റിക്കുന്നത്? എന്താണ്? ഈ നാട്ടുകാരെല്ലാവരും ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ട്. അതിനനുസൃതമായി ഈ രാജ്യത്തൊരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിതയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയാൽ അദ്ദേഹത്തിന് എങ്ങനെ നമുക്ക് മന്ത്രിയായിട്ടും MLA ആയിട്ടും തുടരാൻ സാധിക്കും അഭിലാഷ്? അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, ഇത് കേരളത്തിൽ കുറെ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തി വരുന്നതാണ്. കേരളത്തിലെ പോലീസിനെതിരെ കൂടിയുള്ള അടിയാണിത്. കാരണം കേരളത്തിലെ പോലീസ് എന്ത് വൃത്തികേട് കാണിച്ചാണെങ്കിലും സ്വന്തം ആളുകളെ സംരക്ഷിക്കും എന്നുള്ള നയമാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഈ വിഷയത്തിൽ തിരുവല്ലയിലെ പോലീസിന്റെ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടിനെ റദ്ദ് ചെയ്യുകയാണ് ഹൈക്കോടതി. തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതിയെ പോലും ഇൻഡയറക്റ്റായി വിമർശിക്കുകയാണ് ഹൈക്കോടതി. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഈ മന്ത്രിക്ക് വേണ്ടി സ്വജനപക്ഷപാതം നടത്തിയത് പോലീസാണ്. ഈ പോലീസിന്റെ ഓരോ ചെയ്തികൾ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാർ അടിച്ച കേസുകൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ സജി ചെറിയാൻ യോഗ്യനല്ല, മന്ത്രിയാവാൻ മാത്രമല്ല MLA ആയിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം ഒന്നെങ്കിൽ അത് തിരുത്തണം. അഭിലാഷ്, ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഈ സജി ചെറിയാൻ ഇന്നേ വരെ കേരള പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് കൺവിൻസിംഗ് ആയി താൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ സജി ചെറിയാൻ ഇന്നും അതേ അഭിപ്രായമാണുള്ളത്. ഇതേ അഭിപ്രായമുള്ള ഒരാളെ എങ്ങനെ നമ്മൾ മന്ത്രിയും MLA ആയി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ അറിയുന്ന നിയമസഭയിൽ കൊണ്ട് പ്രസംഗിപ്പിക്കും അഭിലാഷേ? അത് പ്രസംഗിപ്പിക്കാൻ നിയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ നിയമം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇയാൾ പ്രസംഗിപ്പിക്കാൻ വേദി കൊടുക്കും? എന്ന് പറയുമ്പോൾ ഇദ്ദേഹം രാജിവെച്ചൊഴിയണം. അത് മന്ത്രിസ്ഥാനം മാത്രമല്ല, MLA സ്ഥാനം രാജിവെച്ചൊഴിയണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കപ്പെടും, ഉറപ്പാണ്. ഈ കേസ് മുന്നോട്ട് പോകുന്തോറും അദ്ദേഹം അയോഗ്യനായി മാറും. അതിനകത്ത് ഒരു സംശയം വേണ്ട. അപ്പൊ എത്ര കാലം സംരക്ഷിക്കാമോ അത്രയും കാലം സംരക്ഷിക്കുക എന്നുള്ള നയമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പണ്ട് തൊട്ടേ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും ഹൈക്കോടതി വിധി വരുമ്പോഴാണ് അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ വരികയുള്ളൂ. അത് അവർക്കെതിരെ ഏതെങ്കിലും ഹൈക്കോടതി വിധി വന്നാൽ ഒരു ധാർമ്മികതയില്ല, ഒരു മൂല്യവുമില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് സജി ചെറിയാന്റെ പ്രസ്താവന. പിന്നെ ഒറ്റ കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അഭിലാഷേ. ഈ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നത് കോൺഗ്രസ്സുകാരും എടുത്തിട്ടൊന്നുമല്ല.
ഈ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നത് CPIM-ലെ ഭരണഘടനയെ സ്നേഹിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ പിന്മുറക്കാരായ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് എന്നുള്ളത് നമ്മൾ അന്നേ ചർച്ച ചെയ്തതാണ്. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇന്ത്യയുടെ ഭരണഘടനയെ സ്നേഹിക്കുന്ന സജി ചെറിയാനെ പോലുള്ള പുഴുക്കുത്തുകൾ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയിൽ ഉണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്ന ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അബിൻ വർക്കി പറഞ്ഞതും പി ജയരാജൻ പറഞ്ഞതും രണ്ടും രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ. രണ്ടുപേരും ഉദ്ദേശിച്ചതും ഒന്ന് തന്നെയാണ്. സജി ചെറിയാൻ അങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറയുന്ന പോലെ സജി ചെറിയാൻ ആ മന്ത്രിസ്ഥാനം എന്താണെന്നോ ഒരു മന്ത്രി എങ്ങനെയാണെന്നോ ഒരു മന്ത്രി എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നോ അറിയാത്ത ഒരവസ്ഥ. അതിനാണ് ബി ജയരാജൻ ആദ്യമേ അതിനുള്ള ഉത്തരവും പറഞ്ഞു കഴിഞ്ഞു. ഒരാളെ ഇവിടെ തിരുത്തുമ്പോൾ ആ ഇരുത്തുന്ന ആൾക്ക് ഒന്നിലറിയണം ഈ ആ സ്ഥാനത്തിന്റെ വില, അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കറിയണം. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സജി ചെറിയാന് മന്ത്രിസ്ഥാനം എന്താണെന്ന് അറിയത്തില്ല. അറിയാവുന്ന ഒരാളെ ഇത് ഏൽപ്പിക്കുക. ബി ജയരാജൻ പറഞ്ഞതുപോലെ ഇത് പാർട്ടിക്ക് ഒരു ഭാരം തന്നെയാണ്. ഒരാൾ മന്ത്രി ആയാലും ഒരാൾ ചെറിയൊരു കൗൺസിലർ ആയാലും ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്തുമാത്രം വിലയുണ്ടെന്ന് ആ ഭരണഘടന അറിയുന്നവർക്കും അല്ലെങ്കിൽ അല്പം തലയിൽ എന്തെങ്കിലും മൂളയുള്ളവർക്കും അത് മനസ്സിലാകത്തുള്ളൂ. ഇനി പോകെ അറിയാം സജി ചെറിയാന്റെ അവസ്ഥ എന്താണെന്ന്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.